ഹലോ, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തിങ്കളാഴ്ചത്തെ വീഡിയോ ആയിരുന്നു ഇട്ടത്. നീരപ്പ സ്കൂളിലേക്ക് പോകാത്ത ദിവസം ചെറിയൊരു പനിയും ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നില്ല. ഉച്ചയ്ക്ക് കിടത്തി ഉടക്കി. പിന്നെ ഒരു 4 മണി 4:30 ആവാറായി വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിറ്റേ ദിവസം അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെ കാണുന്നു. പക്ഷേ തിരക്ക് കാരണം പറ്റിയില്ല. എന്നാൽ പിന്നെ ബുധനാഴ്ച അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ബ്രെഡ് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ബ്രെഡ് ടോസ്റ്റും പിന്നെ ചായയും വെക്കാനാണ് കേട്ടോ. ബ്രെഡ് വെറുതെ ഈ പാനിലിട്ടിട്ട് 2 വാശു ഇങ്ങനെ എന്താ പറയുക, നല്ല കറുമുറുവാക്കിയിട്ട് ചായയുടെ കൂടെ കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. റൊട്ടിയല്ല, ഈ റസ്ക്കൊക്കെ പോലെ. എന്നാൽ റസ്ക് എനിക്ക് വലിയ ഇഷ്ടമില്ല, ഇതെനിക്കിഷ്ടം അങ്ങനെ കഴിക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടി കുറച്ച് ബ്രെഡ് എടുക്കാൻ പോവാണ് ഗൈസ്. എൻ്റെ വീഡിയോ കണ്ടിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നിൻ്റെയും മോൻ്റെയും ഇങ്ങനെയുള്ള വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ആകെ ഇടങ്ങടാവണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് കേട്ടപ്പോൾ എന്തോ പോലെ തോന്നി. എല്ലാവർക്കും അങ്ങനെ തോന്നുന്നുണ്ടാവുമോ എന്തോ. അല്ല, ഇടങ്ങേറ് എന്ന് പറയുമ്പോൾ അവൾക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയായിരുന്നു കേട്ടോ, +2 പഠിക്കുന്ന സമയത്ത്. അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിലൊക്കെ അവളോട് ഞാൻ കൂടുതൽ പറയാറുണ്ട്. അങ്ങനെ ഉണ്ടായിരുന്ന പിന്നെ പെട്ടെന്ന് കുറേ കൊല്ലങ്ങളായിട്ട് കോണ്ടാക്റ്റ് ഒന്നും ഇല്ലാണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇങ്ങനെ വീഡിയോസ് കണ്ട് അപ്പോൾ അവളുടെ വിചാരം നമ്മൾ ഫാമിലിയായിട്ട് എല്ലാവരും കൂടെ ഒരുമിച്ചാണ് താമസിക്കണേന്നൊക്കെയാണ്. പക്ഷേ നമ്മുടെ സാഹചര്യം കൊണ്ട് ഞാനും മോനും ഇപ്പോൾ ഇങ്ങനെ ഒറ്റയ്ക്കാണല്ലോ താമസിക്കുന്നത്. അത് കണ്ടിട്ട് അത് തോന്നുന്നു അവൾക്ക് ആകെ ഇടങ്ങാറാവണു, വിഷമാവണു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എനിക്കാകെ അത് കേട്ടപ്പോൾ എന്തോ പോലെ. അങ്ങനെ ആരാന്നൊന്ന് പേര് പറയില്ല, കാരണം എൻ്റെ കുറേ ഫ്രണ്ട്സ് ഇത് കാണുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ പെട്ടെന്ന് അവളോട് പോയി ചോദിച്ചാലോ, അതുകൊണ്ടാട്ടോ. ഇടങ്ങറൊന്നും ആവണ്ട, നമുക്ക് നമ്മുടെ സമാധാനമാണ് ഗൈസ് വലുത്. അപ്പോൾ സമാധാനം സ്വസ്ഥമായിട്ട് എവിടെ ഇരിക്കാൻ പറ്റിയാലും. പിന്നെ നമുക്ക് എന്ന് പറഞ്ഞാൽ ദൈവം ഒരു കഴിവ് തന്നിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കഴിവ് തരുന്നുണ്ടെങ്കിൽ എപ്പോഴും അത് നമുക്ക് ദൈവം എന്തെങ്കിലും കരുതി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതിനെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും നമുക്ക് ഇപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ താമസിക്കുമ്പോൾ രാത്രിയാകുമ്പോൾ നിനക്ക് പേടിയാവുണ്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കാറുണ്ട്. ആദ്യമൊക്കെ എനിക്ക് പേടിയുണ്ടായിരുന്നു കേട്ടോ. ഇപ്പം എനിക്കങ്ങനെ വലിയ പേടിയൊന്നുമില്ല. പിന്നെ സനേഷേട്ടൻ എപ്പോഴും വിളിച്ചാൽ കിട്ടും. എൻ്റെ മിനി ആൻറ്റി ഉണ്ട്, എൻ്റെ രഞ്ജനേച്ചി ഉണ്ട്, എല്ലാവരും ഉണ്ട് കൂടെ. അപ്പോൾ ഒരു ചുമരിൻ്റെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളൊരു ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. പക്ഷേ അത്ര അറ്റാച്ച്മെൻ്റാണ് എല്ലാവരും നമുക്ക്. അപ്പം എനിക്കങ്ങനെ ഇവിടെ നിൽക്കുമ്പോൾ പേടിയൊന്നുമില്ല, എനിക്ക് സന്തോഷമുള്ളൂ. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇതാ പറയാനുള്ളൂ, ചേട്ടൻ ദുബായിലല്ലേ, വേഗം ഒരു സ്ഥലം മേടിക്കൂ, വീട് മേടിക്കൂ എന്നൊക്കെ കുറേ പേര് എന്നോടുള്ള ഇഷ്ടം കൊണ്ടാവും പറയണത്. ഇപ്പം നമ്മുടെ കയ്യിൽ പൈസ ഒന്നുമില്ല, സത്യസന്ധമായി പറയാലോ, ഒന്നുമില്ല. ഇനി കൂടി വെച്ച് ആദ്യം തൊട്ട് തുടങ്ങണം. അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് അങ്ങനെ ഒരു പ്ലാനൊന്നുമില്ല. എനിക്ക് എന്ന് പറഞ്ഞാൽ ഇവനൊരു കുറച്ചൊരു ഇതാവണ വരെ ഇങ്ങനൊരു സ്ഥലത്ത് നിൽക്കുന്ന ഞങ്ങളുടെ സേഫ്റ്റി. ഇപ്പം എന്തൊക്കെ ന്യൂസുകളൊക്കെ കേൾക്കണം, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പേടിയാട്ടോ. ഇവിടെ നിൽക്കണോണ്ടാണ് എനിക്ക് പേടിയില്ലാത്തത്, സത്യമായിട്ട് പറയാണ്. അപ്പോൾ രാത്രിയാകുമ്പോൾ പേടിയാണില്ലേ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ചോദിക്കും. പേടിക്കുന്നുണ്ടായിരുന്നു ഒരു സമയത്ത്, അതിൻ്റെയാണെന്ന് പേടി. പിന്നെ മറ്റേ സംഭവമില്ലേ കുറുവാ സംഘം, അതൊക്കെ ഇറങ്ങിയ സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ മൈൻഡിൽ തോന്നും, ഡോർ ആരെങ്കിലും തല്ലി വിളിക്കുകയോ, ആരെങ്കിലും കൊട്ടണുണ്ടോ, ഇനി സൗണ്ട് കേൾക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നി കിടന്നു കേട്ടോ. അങ്ങനെ ഓരോ ന്യൂസുകൾ കേൾക്കുമ്പോൾ അതേ പിന്നെ ന്യൂസ് കാണാനൊക്കെ നിർത്തിയിട്ടോ. സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ഷോക്കിംഗ് ആയിട്ടുള്ള ന്യൂസുകളൊന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞാൻ അങ്ങനത്തെ ഒന്നും ഇപ്പം ന്യൂസേ കാണാറില്ല. സനേഷേട്ടൻ എന്തെങ്കിലും ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ അയച്ചു തരും, അല്ലെങ്കിൽ ഇങ്ങനെ പറയും, റേഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കേട്ട് കഴിഞ്ഞാൽ അതായി. അല്ലാണ്ട് ഞാൻ വലിയ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ പോകല്ല. കാരണം നമുക്ക് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അതൊക്കെ പേടിയുള്ള കാര്യമാണ്. എനിക്ക് മാത്രമല്ല ഏട്ടാ, ഇപ്പോൾ എൻ്റെ ഒരു മെയിനായിട്ടുള്ള ഒരാൾ, അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട്, അപ്പോൾ ആൾക്ക് ഇങ്ങനെ രാത്രിയാകുമ്പോൾ അവരുടെ ഒരു ഓട് വീടാണ് കേട്ടോ. അപ്പോൾ ഓട് പൊളിച്ചിന് താഴ്ത്തിക്ക് ചാടി വരുമായിരിക്കും, അങ്ങനെയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അത് പൊതുവായിട്ടുള്ള കാര്യമാണ്, നമ്മളിങ്ങനെ താമസിക്കാൻ പാടില്ല കേട്ടോ. അത് വെച്ചിട്ട് നമ്മളിങ്ങനെ പേടിച്ച് പിന്മാറാൻ പാടില്ല, നമ്മളിപ്പോഴും ഫോർവേഡായിട്ട് ചിന്തിക്കണം. എനിക്കിവിടെ എൻ്റർടൈൻമെൻറ്റിന് കുറേ സംസാരിക്കാനും എല്ലാത്തിനും ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ രഞ്ജനേച്ചി, മിനി ആൻറ്റി, റീത്തേച്ചി, നൗഷിതാത്ത, ഷെറീരത്താത്ത, പിന്നെ നമ്മളെ മാലതി ചേച്ചി, ഇഞ്ചു, മൊത്തൊരു ഫാമിലിയാണ്. അതുകൊണ്ട് എനിക്ക് വേറെ കുഴപ്പമൊന്നും തോന്നിയില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എൻ്റെ കുട്ടി നീ ഇടങ്ങറാവണ്ട. ഞാൻ ഇപ്പം നീയും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാട്ടോ അതൊക്കെ പറയണത്. ഇടയിൽ ഞാൻ കാണിച്ചത് തുരപ്പം ചത്തതാണ് കേട്ടോ. അതിൻ്റെ ഭയങ്കര മണം ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് മെല്ലെ അത് മൂടി കേട്ടോ.
പിന്നെ അതാ ബ്രെഡും ചായയും, ബ്രെഡ് ചെറുതായിട്ടൊന്ന് തണുത്തു കേട്ടോ. ഇനി ചായ കുടിച്ചിട്ട് ഇതാ നമ്മൾ പച്ചക്കറി മേടിക്കാൻ പോവാണേ. ഞാൻ എടുത്തരാം അതിൻ്റെ ഉള്ളൊന്ന് കയ്യിടണ്ട. വന്നിട്ട് മുറ്റടിക്കാകെ കൊളായിട്ടാ കൊടുക്കണം. എടാ പോണേ എന്തിനാ? പൈസ എടുത്തില്ല. പൈസ എടുത്തിട്ട് ഇനി പച്ചക്കറി കിറ്റ് വീട്ടിൽ നിന്ന് വന്നിട്ടേ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഫ്രിഡ്ജിൽ. എൻ്റെ ഫ്രിഡ്ജ് ഞാൻ കാണിച്ചു തരാം, ഒന്നുമില്ല. അപ്പോൾ ഞാൻ കിറ്റ് മേടിക്കാൻ വന്നതാണ് കേട്ടോ. 50 രൂപയുടെ കിറ്റാട്ടോ മേടിച്ച. അതിൻ്റെ കൂട്ടത്തിൽ സബോളയും തക്കാളിയൊക്കെ മേടിച്ച് വന്നപ്പോഴേ 80 രൂപയായി. ആ ചേച്ചിയുടെ കയ്യിലാണെങ്കിൽ ചേഞ്ച് കൂടിയ 20 രൂപ തരാം. എനിക്കാണെങ്കിൽ ബിസ്ക്കറ്റും മിഠായും കൂടെ മേടിക്കണം എന്നാണ് വിചാരിച്ച്. അപ്പോൾ 30 രൂപ ആ ചേച്ചിക്ക് കൊടുക്കണം. അപ്പോൾ ഞാൻ ആ ചേച്ചിയുടെ നിന്ന് 50 രൂപ മേടിച്ച് അപ്പുറത്തെ കടയിൽ പോയിട്ട് ബിസ്ക്കറ്റ് മേടിച്ച് ബാക്കി 30 രൂപ മേടിച്ചിട്ട് ഈ ചേച്ചിയുടെ കയ്യിൽ അങ്ങനെ ചേഞ്ചായി അങ്ങോട്ട് കൂടെ ഓട്ടം തന്നെയാണ്. അവസാനം മിഠായി മേടിക്കാൻ പറ്റിയില്ല കേട്ടോ. അതിനൊരു വിഷമം ഉണ്ടായിരുന്നു. അത് ഞാൻ പിറ്റേ ദിവസം തീർത്തു കേട്ടോ. നേരം വൈകിട്ട് 1 മണിക്ക് ആവാറായിട്ടുണ്ട്. അപ്പോൾ ആ പച്ചക്കറി കിറ്റിൽ ഇപ്രാവശ്യം ക്യാരറ്റ് ഇല്ല. എന്തോ ഇപ്പോൾ ലേറ്റായി പോയപ്പോഴേക്കും കഴിഞ്ഞിട്ടാണാവോ അറിയില്ല. ഉള്ളത് വെച്ചിട്ട് ഇങ്ങനെ വേപ്പിലയും മല്ലിയിലൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ എന്തോ ഒരു വെളിവില്ലാണ്ടാണ് ഞാനിപ്പോൾ കാര്യങ്ങൾ ചെയ്യണത്. മുറ്റടിക്കണം, വീടടിക്കണം എന്നുള്ള ചിന്തകളൊക്കെയാണ്. അപ്പം ഞാൻ സബോളയൊക്കെ ആ പച്ചക്കറി കൊട്ടയിൽ വിട്ടു, വേപ്പിലും എല്ലാം അതിലിട്ടിട്ട് അങ്ങോട്ട് അടച്ചു വെച്ചു കേട്ടോ. ഇതാണ് എൻ്റെ ഫ്രിഡ്ജിൻ്റെ കോലം. മൊത്തത്തിൽ കാലിയാണ്. ഇനി ഫില്ല് ചെയ്തു. ഇനിയിപ്പോൾ തടഞ്ഞല്ലോ. അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടെങ്കിലും മുറ്റടിക്കണമല്ലോ എന്നുള്ള മനസ്സിൽ വിചാരം കേട്ടോ. നല്ല കൊതു നടന്നിട്ടുണ്ട്. അപ്പോൾ ഒരു സാമ്പ്രാണി കത്തിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് അത് കത്തിക്കുകയാണേ. 6 മണി ആയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്ക് മുറ്റടിക്കാൻ മടിയാണ്. അപ്പോൾ അതിന് മുന്നേ ഒന്ന് ഓടിപ്പോയതാട്ടോ അടിക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ ഇടയിൽ നീരപ്പന് കാർ ഓടിക്കണേ പറഞ്ഞ്. ഈ മെറ്റലിൻ്റെ ഇടയിൽ വണ്ടി ഓടിച്ചിട്ടാ തോന്നുന്നു. അത് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും പോകണില്ല ഇപ്പോൾ മര്യാദയ്ക്ക്. പിന്നിക്ക് പോകണില്ല. അതിൻ്റെ സ്റ്റിയറിംഗ് ഒന്നും മര്യാദയ്ക്ക് തിരിയണില്ല. ഞാൻ 100 വട്ടം പറഞ്ഞിട്ടില്ല അവനോട് ഇവിടെ ഓടിക്കല്ലേ എന്ന്. ഇപ്പം മൊത്തത്തിൽ വണ്ടി മേടിച്ചിട്ട് ഇപ്പോൾ അധികമൊന്നും ആയിട്ടില്ല. എന്നിട്ട് ഇത്ര പെട്ടെന്ന് വണ്ടി കേട് വന്നല്ലോ എന്നാണ് ഞാൻ ആലോചിക്കണം. സൈക്കിളാണെങ്കിൽ അവിടെയും കൊണ്ട് വെച്ചല്ലോ. ഇപ്പം മൊത്തത്തിൽ ആകെ ഉള്ളത് വെച്ച് ഓടിക്കട്ടെ, പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. കുറച്ച് ദിവസം അവിടെ ഇല്ലായിരുന്നല്ലോ. അതിൻ്റെ നല്ല ഇലകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ വൈകുന്നേരം വരെ കാത്തുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അങ്ങനെ ധൃതി പിടിച്ചിട്ട് അടിക്കേണ്ടി വന്ന്. ഓടിച്ചോ. ഒരു റൗണ്ട് കൂടി പോയിക്കോ. അപ്പഴേക്ക് ഞാൻ അടിച്ചു തരട്ടെ ഉള്ളില്. കേടാക്കൂ അത്. ആറേകാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഈ സമയത്തിന് വിളക്ക് വെച്ച് കത്തിച്ചിട്ടില്ലെങ്കിൽ ഭയങ്കര ഒരു ഇത് തന്നെയാട്ടോ, ഇടങ്ങാറ് തന്നെയാട്ടോ. ഇത് തന്നെയാവും മനസ്സിൽ. അതിൻ്റെ പേരിൽ ഞാൻ ചിലപ്പോൾ ചൂടാവുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ എൻ്റെ കാര്യങ്ങൾ സമയത്തിന് നടന്നിട്ടില്ലേ എനിക്ക് വട്ടാവും കേട്ടോ. കുട്ടീനോട് ചില സമയത്ത് നല്ല ചൂടാവണുണ്ട് ഞാൻ. ഒന്നാമതാവും ഇതിൻ്റെ ഇടയിൽ എന്നെ ഇങ്ങോട്ടൊക്കെ വിളിക്കല്ലേ ഞാൻ പണി. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം. അവൻ്റെ പുറകെ ഓടിയിട്ടും ഫോണിൻ്റെ ട്രൈപോഡ് പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയിട്ടും മൊത്തത്തിൽ ഇപ്പോൾ ഇരുട്ടാവാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഒരു 6:30 ആയിട്ടുണ്ട്. പക്ഷെ ഒരു 6:45 ഞാൻ വിളക്ക് വെച്ച് വന്നതെങ്കിലും ആ സമയം ഇപ്പോൾ നല്ല ഇരുട്ടായിട്ടോ. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊരു ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പോൾ ഒറ്റയ്ക്ക് മേല് കഴുകാൻ പോകാൻ പറയും. മേല് കഴുകുക എന്ന് പറഞ്ഞാൽ സോപ്പൊന്നും കയ്യിൽ കൊടുക്കില്ല. സോപ്പ് കൊടുത്തു കഴിഞ്ഞാൽ അവ അതിൻ്റെ അതപ്പം തന്നെ ആവും. ആ ഫ്ലോറിൽ മുഴുവൻ സോപ്പ് താഴെ ഇട്ട് നടക്കണോടത്ത് നമ്മൾ ഒന്നാമത് ബാത്റൂമാണല്ലോ, വെള്ളത്തിൻ്റെ ഇതിൽ തന്നെ നമ്മൾ തെന്നി വീഴാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ സോപ്പും കൂടി ആയി കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ. അതുകൊണ്ട് സോപ്പൊക്കെ ഞാൻ മേത്ത് തേച്ച് കൊടുക്കും. ബാക്കി കാര്യങ്ങൾ അവനോട് ഒറ്റയ്ക്ക് ചെയ്യാൻ പറയും. ഭയങ്കര മടിയനാണ്. അതിൻ്റെ ഇടയിൽ കരച്ചിലും വീഴ്ചയിലായി ആകെ ഒരു ബഹളം കഴിഞ്ഞിട്ടാട്ടോ നമ്മുടെ ഈ വിളക്ക് വയ്ക്കില്ല. അപ്പോഴേക്കും 6:45. പക്ഷെ എനിക്ക് തീരെ ഇഷ്ടമായില്ല. കുറച്ചാൾ മുന്നേ ഒരു 6-7:15 വരെ ഇരുട്ടായി കിടന്നില്ല. ഇന്ന് ഇരുട്ടായി. അപ്പോൾ എനിക്ക് ആകെ മൊത്തത്തിൽ തന്നെ മൂഡ് പോയിട്ടോ. ചില ദിവസങ്ങളൊക്കെ എനിക്ക് രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കണം, അല്ലെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അമ്മേ നാരായണ ഏകദന്തം ഏകദന്തം ജഗത്പ്രഭും ദേവദേവം അനന്തം പുരുഷോത്തമം പുരുഷമവ്യയം ദേവച അനാദിനിധനം വിഷ്ണു സർവലോകമഹേശ്വരം. അങ്ങനെ ഒരു 7 മണിക്ക് ഇപ്പോൾ 7 മണിയാകുമ്പോഴേക്കും ഞാൻ ഇരുട്ടായി തുടങ്ങിയ വാതിലടയ്ക്കട്ടോ. എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ ഇരുട്ടാകുമ്പോൾ തൂക്കുവിളക്കൊക്കെയാണ്, അതുകൊണ്ട് പിന്നെ പേടിക്കാല്ലേ, അത് അവിടെ ഇരുന്ന് കത്തിക്കോട്ടെ വിചാരിക്കും. അതാ നമ്മൾ നീരവനൊരു ബിസ്ക്കറ്റ് കൊടുത്തു. എന്നിട്ട് ABCD മറന്നു പോകാണ്ടിരിക്കുക അങ്ങനെ നമ്മുടെ വീട്ടിലിരുന്നിട്ട് ഇങ്ങനെ എഴുതിപ്പിക്കും. സത്യം പറഞ്ഞാൽ അവന് ഹോംവർക്കൊക്കെ ഉണ്ടാകും. ഞാൻ ആ കാര്യം മറന്നു കേട്ടോ. നല്ല രസാട്ടോ. പിള്ളേർക്ക് പനി വന്നു കഴിഞ്ഞാൽ അവരുടെ കൂടെ ഇരുന്ന് ഇങ്ങനെ അവരെ പ്രത്യേകിച്ച് കളിക്കാരും ഇല്ലെങ്കിൽ നമ്മൾ തന്നെ അവരുടെ കൂടെ ഇങ്ങനെ കുത്തിയിരുന്ന്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ കുത്തിട്ടിട്ട് വട്ടായിട്ടിരിക്കും. പിന്നെ അതാ ഇനി ആവി പിടിക്കാൻ പോവാണേ. കഫക്കെട്ടും ചുമയൊക്കെ നന്നായി ഉണ്ടാതാട്ടോ ആവി പിടിക്കണം. തലൊന്ന് താഴ്ത്തി വെച്ചിട്ടിരിക്കും. 1 2 3 4. ആവി പിടിക്കുമ്പോഴേ ഈ തലയുടെ മുകളിൽ ഇങ്ങനെ തുണിയൊക്കെ ഇട്ടിട്ട് പിടിക്കാനൊക്കെയാണ് വീട്ടിൽ പറഞ്ഞത്. പക്ഷേ ഇവൻ അതിൻ്റെ ഇടയിൽ കിടന്നിട്ട് അങ്ങോട്ട് കിടും തിരിച്ചിലും വലിക്കലൊക്കെയാണ്. എങ്ങാനും ആ മൂടി പാത്രം തെന്നിയിട്ട് അതിൻ്റെ മേത്തേക്ക് വീണാലോ എന്നുള്ളൊരു പേടി. പറഞ്ഞൊന്നും കേൾക്കൂല്ല ചില സമയത്ത്. അപ്പം ഞാനിങ്ങനെ അതിൻ്റെ ആവി വരണ ഡയറക്റ്റ് അവിടെ കുഞ്ഞി കസാര ഇട്ടിട്ട് കാലുമേക്ക് ചൂടടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഞാൻ തുണിയൊക്കെ ഇട്ട് കൊടുത്തു. ഇപ്പോഴാണോ ഇനി കുറച്ച് കഴിഞ്ഞിട്ടോ, അതിന് ഞാൻ വീഡിയോ കൊടുത്തിട്ടില്ല തോന്നുന്നുണ്ട്. അങ്ങനെ അപ്പോൾ ആവി പിടിക്കലൊക്കെ കഴിയുമ്പോഴേക്കും കുറച്ചൊക്കെ ഇങ്ങനെ വിയർക്കണുണ്ട് കേട്ടോ. അത് കണ്ടു കഴിഞ്ഞ് എനിക്ക് പകുതി സമാധാനമായിട്ട് 2-3 ദിവസം ഇങ്ങനെ ഇരുത്തി ആവി പിടിച്ചപ്പോൾ കഫക്കെട്ടൊക്കെ ഒന്ന് കുറഞ്ഞു. ഛർദ്ദിച്ചിട്ടും മൂക്കി കൂടിയൊക്കെ അങ്ങനെ പോയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇപ്രാവശ്യം ഞാൻ വലിയ കാര്യമായിട്ട് ഡോക്ടറുടെ അടുത്തേക്ക് ഓടിയിട്ടില്ല. പീഡിയാട്രീഷനെ കാണിച്ചപ്പോഴേ അവർ പറഞ്ഞു മാറിയിട്ടില്ല, ആൻറ്റിബയോട്ടിക് കൊടുക്കാമെന്നാ. പിന്നെ ഞാൻ അത് സ്റ്റാർട്ട് ചെയ്തു. വിയർത്തോ? എവിടെ? നീരവിൻ്റെ വിയർപ്പ് ആവി പിടിച്ചിട്ട് നീരപ്പം വിയർത്തു. കഴിച്ച് എൻ്റെ ഒരു ഭംഗിയാണ് പാണ്ടിക്കുട്ടീനെ. അമ്മേനെ ഇഷ്ടമാണോ എന്നാ? അമ്മേനെ ഇഷ്ടാ. അമ്മയ്ക്ക് അമ്മേനെ ഇഷ്ടാ. നീരവന് അമ്മേനെ ഇഷ്ടമാണോ? എത്രക്ക് ഇഷ്ടം അമ്മേനെ? ഏത് ഫോട്ടോൻ്റെ അത്ര? അച്ഛൻ്റെ അമ്മയുടെ നീരവൻ്റെ ഫോട്ടോൻ്റെ അത്രയോ? അത്ര ഇഷ്ടാ? അമ്മയ്ക്ക് നീരവന് കടുക് മണിയുടെ അത്ര ഇഷ്ടാ? എന്താ നീരവിനോടോ? എനിക്ക് നുള്ള ഇഷ്ടമുള്ളൂ. എന്നാ ഈ വീടിൻ്റെ അത്രക്ക് ഇഷ്ടാ? അപ്പൊ ഇഷ്ടാ? അങ്ങനെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ കഞ്ഞി എടുത്തു കേട്ടോ. ആൻറ്റിബയോട്ടിക് മരുന്നൊക്കെ ഉണ്ടല്ലോ, എന്നാൽ പിന്നെ അത് കൊടുക്കാൻ വിചാരിച്ചിട്ട് എന്നെ കഞ്ഞിയും ഇതിപ്പോൾ സ്പോട്ടിൽ പോയിട്ട് വഴുതനങ്ങ ഉപ്പേരി വെച്ച് അതിൻ്റെ ഇടയിൽ സനേഷാൻ്റെ മോനും കൂടി സംസാരമായിരുന്നു. അതൊന്നും വീഡിയോ എടുത്തില്ല കേട്ടോ.
കേടാക്കും. നീ വേഗം ഒരു വായ തുറന്ന് ഞാൻ പിന്നെ ഫോൺ തരാൻ കളിക്കാൻ ഒരു വീഡിയോ എടുക്കണം. അതിനാണ് ഞാനിങ്ങനെ ഓൺ ചെയ്തിട്ടിരിക്കണം. അപ്പൊ നോക്കി അവളൊക്കെ എടുക്കുക. വേഗം കഴിച്ചിട്ട് ആ ഫോണിൽ കളിക്കാൻ നോക്കടാ. ചാരില്ല കേട്ടോ, ചാരില്ല സുന്ദരം. അയ്യോ കറുവാണോ കുടിച്ചത്? അതിന് മാത്രം എരിവൊന്നും അതിലില്ല കേട്ടോ. അവന് ഇത്തിരി കിട്ടിയാൽ മതി. അപ്പോഴേക്ക് എരിവ് ഞാൻ പരമാവധി എരിവ് കഴിപ്പിക്കാൻ നോക്കുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ മിനി ആൻറ്റി വിളിച്ച് കുറച്ച് പാസ്ത ഉണ്ടാക്കിയിട്ടുണ്ട് പറഞ്ഞിട്ട്. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ. ആദ്യമായിട്ട് ഞാനിങ്ങനെ സംഭവം കഴിക്കും. ഞാനിതിനും തൊട്ട് മുന്നേ പാസ്ത മേടിച്ചിട്ട് മൈദയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കലക്കി എന്തൊക്കെയോ ചെയ്തുണ്ടാക്കി. പക്ഷേ എനിക്ക് ഇഷ്ടമായില്ല. അതേപോലെ ഞാൻ ഈ പരിപാടിക്ക് നിന്നിട്ടില്ല കേട്ടോ. പക്ഷേ ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. കുരുമുളക് പൊടിയും മറ്റേ മുളകൊക്കെ ഇട്ടേ നല്ല എരിവുണ്ടായിരുന്നു. നമ്മുടെ പുത്രന് പിന്നെ അതൊന്നും പറ്റില്ലല്ലോ. പിന്നെ കുറച്ച് സോസൊക്കെ ഒഴിച്ച് നോക്കി. ഈ പനിയുള്ള സമയത്ത് ഇതൊക്കെ സോസൊന്നും കൊടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഞാൻ 2-3 സ്പൂൺ ഒരു കൊതിക്ക് കൊടുത്തു എന്നല്ലാണ്ട് പിന്നെ ഒക്കെ ഞാൻ തന്നെ തിന്നു കേട്ടോ. അവ ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കി ഞാൻ നാളെ കഴിക്കാന്നൊക്കെ പറഞ്ഞു. ഞാൻ എടുത്തു വെച്ചൊന്നുമില്ല. സോസൊന്നും നല്ലതല്ല ഈ സമയത്ത് എന്ന് വിചാരിച്ചിട്ട് ഒരു 3-4 സ്പൂൺ കൊടുത്തു കേട്ടോ. എന്തേ സോസ് ഒഴിച്ചിട്ടോ? ഇരുവ നീ എടുക്കട്ടെ. എങ്ങനെയുണ്ട്? എരിവുള്ളതുകൊണ്ട് അല്ലേ കുട്ടിക്ക് ആകെ. അല്ലാണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേ? എനിക്കിഷ്ടായി. നല്ല സൂപ്പർ സാധനം. നമ്മുടെ കിച്ചുവിന് ഭയങ്കര ഇഷ്ടമുള്ള സംഭവം പറഞ്ഞുണ്ടാക്കിയപ്പോൾ ഞങ്ങളെ ഓർത്ത് തന്നതാട്ടോ മിനാൻറ്റി. എന്തായാലും ഒഴിവ് പോലെ മിനാൻ്റോട് ചോദിക്കാം. ഈ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലും സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ട്രൈ ചെയ്യാനൊക്കെ ഭയങ്കര മടിയാട്ടോ. പിന്നെ ആരെങ്കിലും പറയണത് കേട്ടിട്ട് അതും കേട്ടിട്ട് വന്ന് ചെയ്യാൻ പിന്നെ എനിക്ക് കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഇനി ഒഴിവ് പോലെ മിനാൻ്റോട് ചോദിച്ചിട്ട് ഇനി ഇടയ്ക്കിടയ്ക്ക് ഇത് ഉണ്ടാക്കണം. ഇനി ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.